അങ്ങനെ ഇന്ന് ഞാൻ കാടയ്ക്ക് തീറ്റ എടുക്കാൻ പോവാണ്. നേരെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി. തന്നെ ഉള്ളൂ കേട്ടോ. നേരെ പെരിഞ്ചാൻകുട്ടിയിലേക്ക്. നമ്മുടെ ഇവിടുത്തെ കടയിൽ ഒരു ചാക്ക് അവനുമുണ്ട്. അപ്പം അവിടുന്ന് പൈസയും വാങ്ങിച്ച് ഞാൻ തൊട്ടടുത്തായിരുന്നു ചായക്കടയിൽ. ശശിയുടെ കടയാട്ടോ, ഈട്ടിക്കൽ. പുള്ളിയുടെ അടുത്തൊന്ന് ചായയും കുടിച്ചിട്ട് നേരെ വെച്ച് പിടിച്ചു ബദയിൽ, മേലാച്ചിൻ്റെ വഴി. ഈ ടൗണൊക്കെ എത്തുമ്പോൾ നമ്മൾ വലിയ സ്പീഡൊന്നും എടുക്കില്ല കേട്ടോ, പതുക്കെ പോകുള്ളൂ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് വല്ലവൻ വന്ന് ചേർന്നത്. അങ്ങനെ ശാന്തിഗ്രാമം എത്തി. ശാന്തിഗ്രാമിൽ നിന്ന് നേരെ പിന്നെ ഇനി ഇരട്ടിയാറിലേക്ക് കേട്ടോ. ഞാൻ ഇക്കരെ വഴിക്കാണ് പോയത്, അക്കരെ വഴി മൊത്തം കട്ടറ. അങ്ങനെ ഇരട്ടിയാറെത്തി. ഇരട്ടിയാർ ഞാനിവിടെ നേരത്തെ കാടമുട്ടയൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന കേട്ടോ. ഇവിടെ ഒരു 30-40 പാക്കറ്റ് മുട്ട ഇവിടെ തീരുമായിരുന്നു. നല്ല കച്ചവടമുള്ള സ്ഥലം കേട്ടോ ഇവിടെ. നല്ല കച്ചവടം എന്ന് വെച്ചാൽ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇപ്പം ഇവിടെ ഒന്നും കൊടുക്കാൻ തികയുന്നില്ല എനിക്ക്. നമ്മുടെ നാട്ടിൽ തന്നെ കൊടുത്ത് തീരുള്ളൂ. പിന്നെ ഒന്നും കൂടെ വിപുലീകരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാം എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിവിടുന്ന് നേരെ ഇവിടുത്തെ ഒരു പമ്പുണ്ട്. ഈ പമ്പിൽ കയറി ഒരു 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. പെട്രോളും അടിച്ച് പതുക്കെ ഞാൻ കാശും കൊടുത്ത് നേരെ പതുക്കെ അവിടുന്ന് കൊണ്ടാണ്. അപ്പം കട്ടപ്പന സെൻറ്ററിൽ കൂടെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. സമയവും പോയി, ചില തിരക്കായിട്ട്. ബിവറേജ് ഇതിലെ വന്നപ്പോൾ തന്നെ ഓർത്തു ബിവറേജിൻ്റെ ഇവിടെ നല്ല തിരക്കായിരുന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്ന് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ക്യൂ നിൽപ്പുണ്ട്. രാവിലെയാണെന്ന് തോന്നുന്നു, ഒരു 10:30 ആയി കാണും, ആ സമയം കേട്ടോ. എന്നാൽ പിന്നെ നേരെ ടൗണിൻ്റെ നടുക്കൂടെ അങ്ങ് പോയേക്കുന്നു. ബൈപ്പാസ് വഴി അപ്പുറത്തെ വഴി ഇടുക്കിക്കവല വഴി പോയാൽ മതിയെന്ന് ഞാൻ ഓർത്തായിരുന്നു. പിന്നെയും വേണ്ട, നേരത്തെ ഇതിലെ തന്നെ പോയേക്കെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ടൗണിലേക്ക് പതുക്കെ ഇറങ്ങും കേട്ടോ. അപ്പോൾ വൻപയാണേ. അപ്പോൾ ഇതിലേക്ക് വണ്ടി കയറി വരുന്നുണ്ട്. എന്നായാലും പതുക്കെ നൈസായിട്ട് നമ്മൾ പതുക്കെ, ടൗണൊക്കെ ആയത് കാരണം ഇച്ചിരി സൂക്ഷിച്ചും കണ്ട് പോകുന്നതായിരിക്കും നല്ലത്. അവിടുന്ന് ഇവിടുന്നൊക്കെ വണ്ടി വന്ന് കയറും. എന്നാലും വേണ്ടില്ല, അപ്പോൾ അതൊക്കെ നൈസായിട്ടങ്ങ് പോകും. അങ്ങനെ കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനാട്ടോ. നമ്മൾ നേരെ പോകും കേട്ടോ. അപ്പം നേരെ പോകുന്ന നമുക്ക് ഇച്ചിരി വഴി ദൂരക്കുറവ് നേരെ പോകുന്ന, ഇല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എയിലെ വേണേലും പോകാം. അങ്ങനെ ഇത് നമ്മുടെ പഴയ സ്റ്റാൻഡാണ് കേട്ടോ. ഈ പഴയ സ്റ്റാൻഡിൻ്റെ ഇതിലെ പോയി നമ്മൾ നേരെ പോലീസ് സ്റ്റേഷൻ്റെ അതിലൂടെ പോയി നേരെ നമ്മൾ പോവും. അപ്പുറം നമ്മൾ സ്കൂളിൻ്റെ അവിടെ ചെല്ലും. നേരെ ഒറ്റ സെൻറ്ററിൽ കൂടെ തന്നെ അങ്ങ് പോകുന്നത് കേട്ടോ. അതാണ് നമുക്ക് ഇച്ചിരി ദൂരക്കുറവ് അതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇടത് സൈഡിൽ കിടന്ന പോലീസ് സ്റ്റേഷനാണ് കേട്ടോ, കട്ടപ്പന. ഇവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ആ വഴിക്ക് കയറി നമ്മൾ കോട്ടയം റൂട്ടിൽ കയറും. ഇത് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പോയി കോട്ടയം റൂട്ടിലേക്കുള്ള റൈറ്റിലേക്ക് നമ്മൾ കയറി പോകാം കേട്ടോ. ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്കൂളാണ് കേട്ടോ, കട്ടപ്പന. സ്കൂളിൻ്റെ പേരൊന്നും ചോദിക്കരുത് കേട്ടോ, ആവശ്യമില്ലാത്ത പേരൊന്നും ആരും ചോദിക്കരുത്. അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ അവിടെ കഴിഞ്ഞ് അത് ഹോസ്പിറ്റലാണ്. ഇവിടെ പപ്പേനെയും കൊണ്ട് മിക്കപ്പോഴും വരാം. ശ്വാസമുട്ടലൊക്കെ കഴിഞ്ഞ് കാരണം പപ്പേനെയും കൊണ്ട് മിക്കപ്പോഴും വരാറില്ല ഇവിടെ. അങ്ങനെ ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ കോട്ടയം റൂട്ടിലേക്കാണ് കയറുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ കോട്ടയം റൂട്ടിലേക്ക് കയറി. ഇവിടുന്ന് നമ്മൾ നേരെ ഇടത്തോട്ടാണ് കേട്ടോ പോകുന്നത്. അത് കോട്ടയം റൂട്ട്. വലത്തോട്ട് പോയാൽ കട്ടപ്പനയിലേക്ക് പോകും കേട്ടോ. ഇത് ഇവിടുന്ന് നമ്മൾ കയറി ഇവിടെ നമ്മളൊരു ചായ കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. പറയണമെന്നൊക്കെ ഓർത്ത് നമ്മളെല്ലാം വേണം. ഇവിടെ നമ്മളൊരു ചായക്കടയുണ്ട്. ഇവിടെ നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്നു. ഇവിടുന്ന് നല്ല കടിയും നല്ല ചായയൊക്കെ കേട്ടോ. ഇവിടെ കയറി ഒതുക്കി നമ്മൾ നിർത്തി ഒരു ചായയും ഒരു കടിയും കഴിച്ച് പതുക്കെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ ചാടി.
ഈ തൊട്ടടുത്ത് കഴിഞ്ഞാട്ടോ ഇത് ഒരു വളവ് തിരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഒരു വളവ് തിരിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ തീറ്റ എടുക്കുന്ന കാര്യം കേട്ടോ. മറ്റേ SKM-ൻ്റെ ആണ്. അതാണ് പെട്ടെന്ന് നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ളത് തീറ്റ കേട്ടോ. അതിനകത്ത് ഒരു സ്റ്റാർട്ടറും കോയിൽ ലെയറും പിന്നെ വേറെ ഒരു 2-3 ഇത് നമ്മുടെ പുള്ളി കേട്ടോ, അവിടുത്തെ പുള്ളി കേട്ടോ. ഈ പുള്ളി എല്ലാ പരിപാടിയും എനിക്ക് ചെയ്തു തരുന്ന പുള്ളി തന്നെ കേട്ടോ. ഇപ്പം ഇന്ന് ലോഡ് വന്നിട്ടുണ്ട്, അത് കാരണം പുള്ളി രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പുള്ളിയുടെ സ്റ്റാഫും കൂടെ കൂടിയാണ് എനിക്ക് ലോഡ് കയറ്റിത്തരുന്നത്. പുള്ളി തന്നെ ഷീറ്റ് മടക്കി വെക്കാൻ മറന്നുപോയി ഇന്ന്. അപ്പോൾ എല്ലാം ഊരി പറക്കി പുള്ളി തന്നെ മടക്കി എല്ലാം വെച്ച് തന്ന്. എത്രയാണെന്ന് ചോദിച്ചു, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ 5-6 ചാക്കുണ്ട്. അപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ കാശ് പതുക്കെ എടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം എല്ലാ ചാക്കും കയറ്റുന്നത് ഞാൻ കാണിച്ചില്ല കേട്ടോ. വാഗനറാണ് കേട്ടോ വണ്ടി നമ്മുടെ. അപ്പോൾ ഇനിയിപ്പോൾ കാശും എണ്ണി കൊടുത്ത് ഉള്ള നേരത്തെ വിട്ടു പോയേക്കാന്ന് വെച്ചു. പുള്ളി ഇപ്പം തന്നെ വരും കേട്ടോ. പുള്ളി വന്ന് കാശൊക്കെ കൊടുത്ത് എണ്ണി തിട്ടപ്പെടുത്തി ചില്ലറയായിട്ടുള്ളത് അതും കൊടുത്തു. ഇനിയിപ്പോൾ അതൊക്കെ നേരെ ഇതാണ് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി നേരെ നമ്മൾ പെരിഞ്ഞാകുണ്ടിരിക്കും കേട്ടോ. നമ്മൾ പെരിഞ്ഞാകുണ്ടി കടയിൽ ഒരു ചാക്കിറക്കാനുണ്ട്. നമ്മുടെ ബിജുവിൻ്റെ കട കേട്ടോ, പട്ടേടൻ. ഇതാണ് പട്ടേൻ്റെ കട. ഇനിയിപ്പോൾ അതുണ്ടോ, നമ്മൾ വന്ന് ആ സെക്കൻഡിൽ തന്നെ അവൻ പെട്ടെന്ന് പറന്ന് വരും കേട്ടോ. പറന്ന് വന്ന് സാധനം വന്നതേൻ്റെ ലോഡ് അവൻ ഇറക്കും. വേണ്ട ജിമ്മന കേട്ടോ. അവൻ ലോഡ് ഇറക്കി ഇപ്പം തന്നെ അങ്ങ് പോകും. അപ്പോൾ ചാക്കെടുത്ത് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ, ഇപ്പം കണ്ടോയേ അവൻ്റെ സ്റ്റാമിന ഉണ്ടോ, ചുമ്മയൊന്നുമില്ല. 50 കിലോ ചാക്കെന്ന് പറയുമ്പോൾ നോ മിനിറ്റ്. ദേ കണ്ടോ.